കോട്ടയം ചങ്ങനാശ്ശേരി ആകാശത്തൊട്ടിൽ അപകടത്തിൽ കരാറുകാരനെതിരെ കേസെടുക്കണമെന്ന് പോലീസ്. സംഭവത്തിൽ തലയ്ക്ക് പരിക്കേറ്റ അലൻ ബിജു അപകടനില തരണം ചെയ്തു. തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് 17-കാരനായ അലൻ. കുട്ടിയുടെ തലച്ചോറിൽ 7 മില്ലിമീറ്റർ ഉള്ളിലേക്ക് കമ്പി തുളച്ചുകയറി. കൂടെയുണ്ടായിരുന്ന ബന്ധുവായ കുട്ടിയുടെ നെറ്റിക്കും പരിക്കുണ്ട്. ക്ഷണിച്ചു വരുത്തിയ അപകടമാണിതെന്ന ആകാശത്തൊട്ടിൽ പ്രവർത്തിക്കുന്നതിനെതിരെ നേരത്തെ കളക്ടർക്ക് പരാതി നൽകിയ ജോബ് കൈതാരം മീഡിയ വണ്ണിനോട് പറഞ്ഞു. പരാതി കൊടുക്കാൻ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലും കംഫർട്ട് അല്ലായിരുന്നു. ഇതിന് സ്ഥല പരിമിതി 2750 ഇടവക ജനങ്ങളുള്ള അവർക്ക് വന്ന് ഇതിനകത്ത് നിൽക്കാൻ പോലും ഇടയില്ലാത്തടത്താണ് ഇത് കെട്ടിവെച്ചത്. അപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നിയത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വികാരി അച്ഛനെയും വികാരി ചരണന്മാരെയും നേരിട്ട് കണ്ടു. അവരിതിനൊരു ആക്ഷൻ എടുത്തില്ല. അത് കഴിഞ്ഞ ഉടനെ ഞാൻ കളക്ടർക്കും RDOയ്ക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് ഇവർക്ക് 3 പേർക്കും ഇമെയിൽ വഴി പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി, ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറി, ചങ്ങനാശ്ശേരി തഹസിൽദാർ, ചങ്ങനാശ്ശേരി DYSP, ഫയർഫോഴ്സിന് വാക്കാല്, ബാക്കി 3 പേർക്ക് ഞാൻ രേഖാമൂലമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റിപ്ലൈ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും 1000%. കാരണം വെച്ചാൽ വഴിയെ പോയ ഒരു കുഞ്ഞിൻ്റെ തലയിലാണ് ഇത് തെറിച്ചു വീണിരിക്കുന്നത്. ആ കുഞ്ഞിന് 17 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ ഫീച്ചർ ഫർദർ 5 പൈസയ്ക്ക് നിവൃത്തിയില്ലാത്തവരാണ് ഇവർ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെട്ട് അമ്മയപ്പനും കഷ്ടപ്പെട്ട് വളർത്തുന്ന കുഞ്ഞാണ്. ബാക്കിയുള്ള ഒരു കാര്യമൊന്നും മുമ്പോട്ട് പോകാനുള്ളത് പോലും അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് പോലും. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ജോസി, വലിയ അപകടമുണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ പരിക്കേറ്റ 17-കാരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. എന്താണ് പോലീസ് നടപടികളിലേക്ക് കടന്നോ? അമൃത, ഗൗരവ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 8:30 ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ അപകടമുണ്ടായത്. ആകാശത്തൊട്ടിലിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുകയായിരുന്നു. സമീപത്ത് കുട്ടിയുമായി ഈ കാഴ്ച കാണാൻ നിന്നിരുന്നതാണ് 17 വയസ്സുകാരൻ, ബന്ധുവായ കുട്ടിയുമായി. അപ്പോഴാണ് അലൻ്റെ തലയിലേക്ക് അതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണത്. തുടർന്ന് പരിക്ക് ഗൗരവ തരത്തിലുള്ളതായതിനാൽ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു. രാവിലെയാണ് അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചങ്ങനാശ്ശേരി പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കരാറുകാരനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നതെന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഈ ആകാശത്തൊട്ടിൽ പ്രവർത്തനിക്കുന്നത് സംബന്ധിച്ച് പരാതിയുമായി പ്രദേശവാസിയായ ജോബ് കൈതാരം എന്ന ആൾ നേരത്തെ കലക്ടർക്കും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഈ പരാതിയിൽ ഒരു നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു എന്നാണ് ജോബ് കൈതാരം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ കൂടിയും ഭാവിയിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവ് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അത്തരമൊരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട്. സാധാരണ കുടുംബാംഗമായൊരു 17 വയസ്സുകാരനാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ചികിത്സയിലൊക്കെ അടക്കം വലിയ സാമ്പത്തിക ചെലവ് അവർ നേരിടുന്നുണ്ട്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികൃതർ ചികിത്സാ ചെലവിൽ അടക്കം ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും പോലീസ് നടപടികൾ കൂടുതൽ പേരിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മുനിസിപ്പാലിറ്റി ഈ കാർണിവലിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ആകാശത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമല്ല എന്ന്, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കാണിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ആകാശത്തൊട്ടിൽ അപകടത്തിൽ കരാറുകാരനെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. വിവരങ്ങളാണ് ജോസി ബാബു പങ്കുവച്ചത്.